for your welcome speech. Morning all, I am Adi Lakshmi. I am here to welcome you all for our convocation ceremony. Happy I welcome all our guests, teachers, parents and my dear friends. Happy welcome all. Have a good day. Here we go for the official inauguration of our program. I invite Reverend Father Joseph Panikel for the inauguration and I request all other dignitaries on dais to join Father in lighting the lamp. For an inaugural address, Father, please. ഗാർഡിയൻ ഏഞ്ചൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ പ്രിൻസിപ്പൽ, ഇന്ന് ഈ സ്കൂളിൽ നിന്ന് UKG പഠനത്തിന് ശേഷം 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന പ്രിയ വിദ്യാർത്ഥികളെ, അവരുടെ മാതാപിതാക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരുപക്ഷെ നിങ്ങൾക്ക് അധികം പരിചയമായിട്ടുണ്ടാവില്ല. ഞാനും ഇവിടെ പരിചിതമായിട്ട് വരുന്നേ ഉള്ളൂ. ഇന്നത്തെ ഒരു നല്ല ദിവസത്തിന്റെ എല്ലാവിധ ആശംസകളും ഞാൻ നിങ്ങൾക്ക് നേരുന്നു. ഈ പ്രാഥമിക വിദ്യാഭ്യാസം എപ്പോൾ തുടങ്ങുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ വലിയ സംശയമാണ്. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ളത് പ്രൈമറി വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസമാണ്. 5, 6, 7 അപ്പർ പ്രൈമറി, UP വിഭാഗം എന്നൊക്കെ പറയുന്നത്, പിന്നീട് ഹൈസ്കൂൾ. ഇപ്പോ ഈ UKGയിൽ നിന്ന് 1ാം ക്ലാസ്സിലേക്ക് പോകുന്നവരാണ് ഇങ്ങനെ അവാർഡ് ദാനത്തിനായിട്ട് കോൺവെക്കേഷൻ ഡേയിൽ ഇരിക്കുന്നത്. അത് ഒരു കൗതുകരമായ ഒരു കാഴ്ചയാണ്. നമ്മൾ പഠിക്കുമ്പോൾ 10ാം ക്ലാസ്സിൽ നിന്ന് പോകുന്നത് പോലും ആരും അറിയാറില്ല. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അതിന്റെ അപ്പുറത്തുനിന്നൊക്കെ മാറി വിദ്യാഭ്യാസ രംഗത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ സമൂലമായ മാറ്റമാണ്. എനിക്കിന്ന് ഈ പരിപാടി പങ്കെടുക്കുമ്പോൾ കുട്ടികളോടൊന്നും പറയാനില്ല. കാരണം അവരെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാനുള്ള ഒരു കാര്യപ്രാപ്തി അവർക്കായിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞില്ല. അതുകൊണ്ട് എനിക്ക് അവരോടൊന്നും പറയാനില്ല. എങ്കിലും പേരൻസ് കുറച്ച് പേരുടെ ഇരിക്കുന്നതുകൊണ്ട് പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുട്ടികളെ കുറച്ചും കൂടി കാര്യഗൗരവമായിട്ട് നിങ്ങൾ വളർത്തണം. അച്ഛനത് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ സാധിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം. കാരണം നമ്മുടെ മക്കളുടെ സ്വഭാവ രൂപീകരണത്തിന്റെ ഏറ്റവും ഗൗരവമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഈ LKG, UKG ക്ലാസ്സുകളിലൊക്കെ വെച്ചാണ് അവരുടെ പല സ്വഭാവങ്ങളും സ്വായത്തമാക്കുന്നത്. ഒരുപക്ഷെ അതിപ്പോ നമുക്ക് മനസ്സിലാകില്ല എങ്കിലും കുറച്ച് കഴിയുമ്പോൾ അവരുടെ സ്വഭാവ രൂപീകരണത്തിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് പച്ചമരുന്നാണ് കളിക്കുന്ന തിരികെത്തിയെന്നാണ് നമ്മൾ നോക്കുന്നത്. രണ്ടും വ്യത്യാസമുണ്ട്. ഈ മീനമാസത്തിലെ സൂര്യന്റെ ചൂട് കൊണ്ട് നമുക്കാർക്കിരിക്കണം താല്പര്യമില്ല. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, നമ്മുടെ മക്കളെ രാജാക്കന്മാരെ പോലെ കണ്ട്, രാജ്ഞിമാരെക്കാളെ കണ്ട് നിങ്ങൾ വളർത്തരുത്. മക്കളെ മക്കളായി കാണാൻ നിങ്ങൾ ആദ്യം മാതാപിതാക്കൾ പഠിക്കണം. ഉള്ളതുപോലെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും.
സസ്വഭാവികളായിട്ടാണ് മക്കൾ വളരേണ്ടത്. ബൈബിളിൽ ഈശോയുടെ ജനനത്തെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. ഈശോ 18 വർഷക്കാലം ഒരു രഹസ്യ ജീവിതം എന്നാണ് പറയുന്നത്. ആ 18 വർഷത്തെക്കുറിച്ച് ഒരൊറ്റ വചനമേ പറയുന്നുള്ളൂ. പിന്നെ അവൻ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ദൈവത്തിന്റെ വചനത്തിന് വേണ്ടിയിട്ട് ഒറ്റ കാര്യം പറയാനാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾക്ക് മാത്രം പ്രീതി ഉണ്ടായ പോരാ. അതാണ് ഗൗരവമായ കാര്യം. നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾക്ക് മാത്രം പ്രീതി ഉണ്ടായ പോരാ, മറിച്ച് ദൈവത്തിനും മനുഷ്യർക്കും പ്രീതി ഉണ്ടാകും. ആ രീതിയിൽ മക്കളെ വളർത്തും. ഇപ്പൊ സംഭവിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രീതിയിലാണ് മക്കൾ വളർന്നു വരുന്നത്. അത് മക്കളുടെ വളർച്ചയെ കാര്യമായി ബാധിക്കും. അതുകൊണ്ട് ആലോചിക്കുകയും കൊഞ്ചിക്കുകയും ഒക്കെ വേണം, നല്ലതാണ്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അനുഭവിച്ച ബാല്യകാല പീഡനങ്ങളൊന്നും നമ്മുടെ മക്കൾ അനുഭവിക്കാൻ പാടില്ല, നല്ലതാണ്. പക്ഷെ അന്നത്തെ നമ്മുടെ മാതാപിതാക്കളുടെ ഒരു കർക്കശ സ്വഭാവത്തോടെയുള്ള വാക്കുകളും പ്രവൃത്തികളും ഇന്ന് നമുക്ക് ഒത്തിരി സഹായകമായിട്ടുണ്ട് എന്ന് നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇന്ന് മാതാപിതാക്കൾ മക്കളുടെ അടുത്ത് വളരെ ലൂസ് ആയ ഒരു സ്വഭാവ രൂപീകരണമാണ് നടത്തുന്നത്. എന്തായാലും കുഴപ്പമില്ല, ഒരു കൊച്ചല്ലേ ഉള്ളൂ, 2 കൊച്ചല്ലേ ഉള്ളൂ, നമുക്ക് ഒന്നല്ലേ ഉള്ളൂ, നമുക്ക് 2 ഉള്ളൂ, നമ്മളൊന്നൊക്കെ പറയണ്ട, അവർക്കത് വിഷമാവും, അങ്ങനെയൊക്കെ പറഞ്ഞ് സമയാസമയങ്ങളിൽ മക്കളുടെ ആഗ്രഹങ്ങൾ മാത്രം നടത്തി കൊടുക്കുമ്പോൾ പിന്നീട് അവരുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾക്ക് നമ്മൾ തന്നെയാണ് ഉത്തരവാദികൾ. അതുകൊണ്ട് ഒരു നല്ല ദിനത്തിൽ നിങ്ങളെ വഴക്ക് പറയാനും ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങൾ ഉപദേശിക്കുന്നതാണ്. ഇതുപോലെ ഒത്തിരിയേറെ മക്കളെ കണ്ടു, അവരുടെ സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസങ്ങളും നിഷ്കളങ്ക ഭാവമുള്ളവരാണ് ഇവരെല്ലാവരും. കുഞ്ഞുമക്കളൊക്കെ വളരെ വളരെ നിഷ്കളങ്കരാണ്. അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ ഭംഗിയായിട്ട് ചെയ്യും, ഏൽപ്പിച്ച കാര്യമൊക്കെ വൃത്തിയായിട്ട് ചെയ്യും. അത്രയും നിഷ്കളങ്കരായ മക്കള് പിന്നീട് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന സ്വഭാവ വ്യത്യാസങ്ങൾ കാണുമ്പോൾ അവരുടെ വളർച്ചയുടെ വഴികളിൽ എവിടെയോ വഴിതെറ്റിപ്പോയി എന്ന് നമുക്ക് തോന്നും. അതുകൊണ്ട് മാതാപിതാക്കള് വളരെ ഗൗരവമായിട്ട് ജാഗരൂകതയോടുകൂടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കണം മക്കളുടെ വളർച്ച. അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഭൗതികമായിട്ടും ആധ്യാത്മികമായിട്ടും മക്കളെ വളർത്താൻ ഓരോ മാതാപിതാക്കൾക്കും ഉത്തരവാദിത്വമുണ്ട്. അതിന് റെസ്പോൺസിബിൾ പാരന്റ്ഹുഡ്, ഉത്തരവാദിത്തമുള്ള മാതൃത്വം, പിതൃത്വം എന്ന് പറയും. അത് നിങ്ങൾക്ക് സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വിശ്വാസിക്ക് ശരിയായിരിക്കട്ടെ. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and you
jubilations. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. I was afraid that maybe you thought you were above me, that I was only fooling myself to think you'd love me. But then tonight you said you couldn't live without me. The roundabout me, you wanted to stay. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be.